പരിശുദ്ധ മാതാവിൻ്റെ വിമല ഹൃദയ പ്രതിഷ്ഠയ്ക്ക് ഒരുക്കമായുള്ള 33 ദിവസത്തെ ശുശ്രൂഷകളിൽ ഇന്ന് 19ാം ദിവസത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. ഇന്ന് ഓഗസ്റ്റ് 1. പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിച്ച് ശുശ്രൂഷകളിലേക്ക് നമുക്ക് പ്രവേശിക്കാം. കന്യാമറിയമേ കനിവിൻ കടലേ കൈകൂപ്പുന്നടിയേ നിൻ കൈയിലേകുന്ന മലരുകളാക്കി തീർക്കേണമേ ഞങ്ങളെ എന്നും ഓർക്കേണമേ ഞങ്ങളെ. കന്യാമറിയമേ കനിവിൻ കടലേ കൈകൂപ്പുന്നടിയേ നിൻ കൈയിലേകുന്ന മലരുകളാക്കി തീർക്കേണമേ ഞങ്ങളെ എന്നും ഓർക്കേണമേ ഞങ്ങളെ. വിണ്ണിൻ വിളക്കായി നീ മണ്ണിൽ വിളങ്ങേണമെന്നും വിണ്ണിൻ വിളക്കായി നീ മണ്ണിൽ വിളങ്ങേണമെന്നും മിന്നും തിരുമുഖമല്ലാതില്ല മണ്ണിലൊരാനന്ദം വേറെ ഞങ്ങൾക്കു മണ്ണിലൊരാനന്ദം വേറെ. കന്യാമറിയമേ കനിവിൻ കടലേ കൈകൂപ്പുന്നടിയേ നിൻ കൈയിലേകുന്ന മലരുകളാക്കി തീർക്കേണമേ ഞങ്ങളെ എന്നും ഓർക്കേണമേ ഞങ്ങളെ എന്നും ഓർക്കേണമേ ഞങ്ങളെ. കർത്താവിന്റെ മാലാഖ പരിശുദ്ധ മറിയത്തോട് വചിച്ചു. പരിശുദ്ധാത്മാവാൽ മറിയം ഗർഭം ധരിച്ചു. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. ഇതാ കർത്താവിന്റെ ദാസി, നിന്റെ വചനം പോലെ എന്നിലാവട്ടെ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. ഈശോ മിശിഹായുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ സർവേശ്വരന്റെ പരിശുദ്ധ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പ്രാർത്ഥിക്കാം. സർവേശ്വര, മാലാഖയുടെ സന്ദേശത്താൽ അങ്ങയുടെ പുത്രനായ ഈശോ മിശിഹായുടെ മനുഷ്യാവതാര വാർത്ത അറിഞ്ഞിരിക്കുന്ന ഞങ്ങൾ അവിടുത്തെ പീഡാനുഭവവും കുരിശുമരണവും മുഖേന ഉയർപ്പിന്റെ മഹിമ പ്രാപിക്കാൻ അനുഗ്രഹിക്കണമേ എന്ന് ഞങ്ങളുടെ കർത്താവായ ഈശോ മിശിഹാ വഴി അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു.
ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. അടുത്തുള്ളവർക്ക് വലിയ സ്നേഹത്തോടെ സന്തോഷത്തോടെ സ്തുതി കൊടുക്കാം. എല്ലാവരും അവരവരുടെ സീറ്റുകളിലേക്ക് ഇരിക്കുക. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയ പ്രതിഷ്ഠയ്ക്കുള്ള ഒരുക്കത്തിൻ്റെ 19ാം ദിവസത്തിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത്. ഈ ആദ്യ ദിവസങ്ങളിൽ സൂചിപ്പിച്ചിരുന്നു, 2 ഘട്ടമായിട്ട് ഈ ഒരുക്കത്തെ വിശുദ്ധ ലൂയി ഡി മോൺഫോർട്ട് തിരിച്ചിട്ടുണ്ട്. ആദ്യ ഘട്ടമെന്നും രണ്ടാമത്തെ ഘട്ടമെന്നും. ആദ്യത്തെ ഘട്ടത്തിൽ 12 ദിവസമാണ്. ആ 12 ദിവസങ്ങൾ ലോക അരൂപിയെ പറിച്ചു കളയാൻ വേണ്ടിയുള്ള ശുശ്രൂഷകളാണ്, പ്രാർത്ഥനകളും വചനങ്ങളും ഒക്കെയാണ് ആദ്യത്തെ 12 ദിവസങ്ങൾ. പിന്നെ 2ാം ഘട്ടത്തിലേക്ക് പ്രവേശിച്ചു. 2ാം ഘട്ടത്തിൽ 7 ദിവസം വീതമുള്ള 3 ആഴ്ചകളാണ്. അങ്ങനെ 21 ദിവസം. അത് ആദ്യത്തെ ഒരാഴ്ച, ആദ്യത്തെ 7 ദിവസം, ഫസ്റ്റ് വീക്ക്, അത് ആത്മജ്ഞാനം പ്രാപിക്കാൻ വേണ്ടിയുള്ള വചനങ്ങൾ പരിചിന്തനം ചെയ്യുകയും നമ്മൾ ആത്മശോധന ചെയ്യുകയും നന്നായിട്ട് കുമ്പസാരിക്കുകയും ചെയ്യുന്ന ദിവസങ്ങളാണ്. അതിൻ്റെ അവസാനത്തെ ദിവസമാണ് 2ാമത്തെ ഘട്ടത്തിലെ ആദ്യത്തെ ആഴ്ചയുടെ 7ാം ദിവസം ഒന്ന് പൂർത്തിയാവുകയാണ്. അപ്പോൾ 12, 7, 19 നന്നായിട്ട് കേട്ട വചനങ്ങളെക്കുറിച്ച് നന്നായിട്ട് മനസ്സിലാക്കി ആത്മശോധന ചെയ്ത് നല്ല ഒരു കുമ്പസാരം ചെയ്യുക. പിന്നെ ഇടയ്ക്കിടയ്ക്ക് കുമ്പസാരിക്കണം. അങ്ങനെ കുമ്പസാരിച്ച് നമ്മുടെ ഹൃദയം ഈശോയ്ക്ക് കൊടുക്കണം. ഈശോയുടെ സമ്പൂർണ്ണമായി ഈശോയുടേതായി മാറാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ്. സമ്പൂർണ്ണമായി ഈശോയുടെയും പരിശുദ്ധ അമ്മയുടെയുമായി മാറാൻ വേണ്ടി നമ്മളെ തന്നെ ഒരുക്കുകയാണ്, പ്രതിഷ്ഠയ്ക്ക് വേണ്ടി ഒരുക്കുകയാണ്. അപ്പോൾ 2ാം ഘട്ടത്തിൻ്റെ ആ 7 ദിവസത്തിൽ ആദ്യത്തെ 7 ദിവസത്തിലെ ആ 7ാമത്തെ ദിവസമാണിന്ന്. നാളെ തൊട്ട് 2ാം ഘട്ടത്തിലെ 2ാമത്തെ ആഴ്ചയിലേക്ക് പ്രവേശിക്കും. അപ്പോൾ ഇന്നത്തെ ഇത് 2ാം ഘട്ടത്തിലെ ആദ്യത്തെ ആഴ്ചയുടെ 7ാം ദിവസമാണെന്ന്. ഇന്ന് ആത്മജ്ഞാനം പ്രാപിക്കുന്നതിനുള്ള കുറിച്ചുള്ള പരിചിന്തനത്തിൻ്റെ സമാപന പരിചിന്തനമാണ് ഇന്ന് ചെയ്യുന്നത്. വെയിൻ ഗ്ലോറി എന്ന് പറഞ്ഞാൽ ലോക ബഹുമാന കാംക്ഷ, മനുഷ്യപ്രീതിക്ക് വേണ്ടിയുള്ള ആഗ്രഹം, മനുഷ്യരുടെ മുമ്പിൽ ബഹുമാനിക്കപ്പെടാൻ വേണ്ടിയുള്ള ആഗ്രഹം. അത് നമ്മുടെ എല്ലാ ആധ്യാത്മിക ചിന്താരീതികളെ പോലും അത് സ്വാധീനിക്കും, ശുശ്രൂഷകളെ അത് സ്വാധീനിക്കും, നമ്മുടെ എല്ലാ കാര്യങ്ങളെയും അത് വഴിതിരിച്ച് നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് കൊണ്ടുപോകും. മനുഷ്യപ്രീതിക്ക് വേണ്ടി ആഗ്രഹിക്കുന്നൊരു വ്യക്തിയാണെങ്കിൽ ആ വ്യക്തി ദൈവത്തിൻ്റെതല്ല, ദൈവത്തിൻ്റെ ദാസനല്ല. ഗലാത്യ ലേഖനം 1-ാം അധ്യായത്തിൽ 10-ാമത്തെ വാക്യം, ഗലാത്യ ലേഖനം 1-ാം അധ്യായം 10-ാമത്തെ വാക്യം. ഇത് നമ്മൾ പലരും ചിന്തിക്കുന്നില്ല. നമ്മളുടെ ഓരോ ചുവടുവെപ്പ്, ഓരോ മൂവ്മെൻറ്റ് ഇതിനെക്കുറിച്ച് ചിന്തിച്ച് നോക്കിയേ. മനുഷ്യരുടെ പ്രീതിയാണോ അന്വേഷിക്കുന്നത് അതോ ദൈവത്തിൻ്റേതാണോ? അപ്പോസ്തലൻ ചോദിക്കുകയാണ്, ഞാനിപ്പോൾ മനുഷ്യരുടെ പ്രീതിയാണോ അന്വേഷിക്കുന്നത് അതോ ദൈവത്തിൻ്റേതാണോ? അഥവാ മനുഷ്യരെ പ്രസാദിപ്പിക്കാൻ ഞാൻ യത്നിക്കുകയാണോ? ഞാനിപ്പോഴും മനുഷ്യരെ പ്രസാദിപ്പിക്കുന്നവനായിരുന്നെങ്കിൽ ക്രിസ്തുവിൻ്റെ ദാസനാവുകയില്ലായിരുന്നു. ഞാൻ ക്രിസ്തുവിൻ്റെ ദാസനല്ലെന്ന് പറയണത്. എങ്ങനെ? ഞാൻ മനുഷ്യരെ പ്രസാദിപ്പിക്കാൻ വേണ്ടി പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നൊരു വ്യക്തിയാണെങ്കിൽ ഞാൻ ക്രിസ്തുവിൻ്റെ ദാസനാവുകയില്ലായിരുന്നു. അപ്പോസ്തലൻ തന്നെ പരിശോധന നടത്തുകയാണ്. ഞാനിപ്പോൾ മനുഷ്യപ്രീതിക്ക് വേണ്ടിയാണോ ദൈവപ്രീതിക്ക് വേണ്ടിയാണോ ആഗ്രഹിക്കുന്നത്? ഞാനിപ്പോൾ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ വേണ്ടിയാണോ മനുഷ്യനെ പ്രസാദിപ്പിക്കാൻ വേണ്ടിയാണോ പരിശ്രമിക്കുന്നത്? എന്നിട്ട് ഒരു കൺക്ലൂഷനിൽ വെക്കുകയാണ്, ഞാൻ മനുഷ്യപ്രീതിക്ക് വേണ്ടിയാണ് പരിശ്രമിക്കുന്നതെങ്കിൽ, മനുഷ്യരെ പ്രസാദിപ്പിക്കാൻ വേണ്ടിയാണ് പരിശ്രമിക്കുന്നതെങ്കിൽ ക്രിസ്തുവിൻ്റെ ദാസനല്ല, ഞാൻ ദൈവത്തിൻ്റെതല്ല. കാര്യം ദൈവിക ശുശ്രൂഷകളായിരിക്കാം ചെയ്യുന്നത്, കാര്യം പ്രാർത്ഥനകൾ ആത്മീയ മനുഷ്യനായിരിക്കാം. വിവിധ ജീവിതാന്തസ്സുകളിലൂടെ നമ്മൾ കടന്നു പോകുന്നവരാകാം. ക്രിസ്തുവിനുമായിട്ട് യാതൊരു ബന്ധവുമില്ല, വിച്ഛേദിക്കപ്പെട്ടു. അതുകൊണ്ട് വളരെ പ്രധാനപ്പെട്ട ഒരു മണ്ഡലമാണിത്. കർത്താവ് വളരെ വ്യക്തമായി പഠിപ്പിക്കുകയാണ്, നിങ്ങൾക്ക് വ്യാമോഹം വേണ്ട, ദൈവത്തെ കബളിപ്പിക്കാനാവുകയില്ല. ആർക്കും 2 യജമാനന്മാരെ സേവിക്കുക സാധ്യമല്ല. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം 24-ാം തിരുലിഖിതം,
മാത്യു ചാപ്റ്റർ 6 വേഴ്സ് 24. 2 യജമാനന്മാരെ സേവിക്കാൻ ആർക്കും സാധിക്കുകയില്ല. ഒന്നുകിൽ ഒരുവനെ ദ്വേഷിക്കുകയും അപരനെ സ്നേഹിക്കുകയും ചെയ്യും, അല്ലെങ്കിൽ ഒരുവനെ ബഹുമാനിക്കുകയും അപരനെ നിന്ദിക്കുകയും ചെയ്യും. ദൈവത്തെയും മാമോനെയും സേവിക്കാൻ നിങ്ങൾക്ക് സാധിക്കുകയില്ല. ആ ലാസ്റ്റ് ഭാഗം ശ്രദ്ധിച്ചു നോക്കിയേ. ആ 2 യജമാനന്മാരുടെ പേര് പറഞ്ഞിട്ട് പറയുകയാണ്, ഒന്ന് ദൈവത്തെ, ദൈവം ഒരു യജമാനായിട്ട് നിൽക്കുകയാണ്. അടുത്തത് മാമോനെ, ആ മാമോൻ്റെ സ്ഥാനത്ത് മാമോൻ്റെ പേരങ്ങ് വെച്ചിട്ട് നിങ്ങളുടെ പേരങ്ങ് വെച്ച് നോക്കുകയും. ദൈവത്തെയും തന്നെയും പ്രീതിപ്പെടുത്താൻ ഒരു മനുഷ്യനും സാധ്യമല്ല. തന്നെ പ്രീതിപ്പെടുത്തുന്ന ഭാഗമാണ് മറ്റുള്ളവരെ പ്രശംസയ്ക്ക് വേണ്ടി ആഗ്രഹിക്കുക. ഈ മറ്റുള്ളവരിൽ നിന്ന് സൽപ്രീതി കിട്ടണം, മറ്റുള്ളവരുടെ ബഹുമാനം കിട്ടണം എന്നൊക്കെ അതിൻ്റെയൊക്കെ എന്താ അതിൻ്റെ റൂട്ട് കിടക്കുന്നത്? ആത്മപ്രീതിയാണ്, നമ്മുടെ തന്നെ സ്വയം സ്നേഹമാണ്. നമ്മുടെ മുഴുവൻ അധ്വാനത്തിൻ്റെയൊക്കെ റൂട്ടായി കിടക്കുന്നത് ദൈവസ്നേഹം ആയിരിക്കുമോ എന്ന് പരിശോധിക്കണം. തന്നോട് തന്നെയുള്ള പ്രീതി, തന്നോട് തന്നെയുള്ള സ്നേഹത്തിൻ്റെ വിവിധ രൂപങ്ങളാണ് നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും. ഇന്ന് നന്നായിട്ടൊന്ന് ആത്മശോധന ചെയ്താൽ നമ്മൾ ഭയത്തോടും വിറയലോടും കൂടെ കണ്ടെത്തും. നിങ്ങൾക്ക് വ്യാമോഹം വേണ്ട. ദൈവത്തെയും മാമോനെയും ഒരുമിച്ച് സേവിക്കാൻ നിങ്ങൾക്ക് കഴിയുകയില്ല. മാമോൻ എന്ന് പകരം മാറ്റിയിട്ട് തന്നെ അങ്ങോട്ട് വെച്ചാൽ മതി. എന്നെ തന്നെ പ്രീതിപ്പെടുത്താൻ വേണ്ടിയാണ് രാവിലെ തൊട്ട് നമ്മൾ അധ്വാനിച്ചുകൊണ്ടിരിക്കുന്നത്. ഒട്ടനവധി പേര്, എല്ലാവരും എന്ന് പറയുന്നില്ല. ബാലിൻ്റെ മുമ്പിൽ മുട്ടുമടക്കാത്ത 7000 പേര് അത് കർത്താവ് പ്രത്യേകം കരുതിയിട്ടുണ്ട്. ഞാൻ അതിൽ പെടുമോ എന്ന് നോക്കണം. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, നന്നായിട്ട് ആത്മശോധന ചെയ്യേണ്ട ദിവസങ്ങളാണിത്. യോഹന്നാൻ്റെ സുവിശേഷം 5-ാം അധ്യായം 44-ാം തിരുലിഖിതം, ജോൺ ചാപ്റ്റർ 5 വേഴ്സ് 44. പരസ്പരം മഹത്വം സ്വീകരിക്കുകയും ഏക ദൈവത്തിൽ നിന്ന് വരുന്ന മഹത്വം അന്വേഷിക്കാതിരിക്കുകയും ചെയ്യുന്ന നിങ്ങൾക്ക് എങ്ങനെ വിശ്വസിക്കാൻ കഴിയും? നിങ്ങൾക്ക് എങ്ങനെ ദൈവവുമായിട്ട് പങ്കാളിത്തം ഉണ്ടാകുമെന്ന് ചോദിക്കുകയാണ്. എന്താ അതിൻ്റെ റൂട്ട് ബേസിക്കായിട്ട് പാപം എന്താ പറയണത്? നിങ്ങൾ മ്യൂച്വലായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മഹത്വപ്പെടുത്തുകയാണ്. നിങ്ങൾ പരസ്പരം മഹത്വം അന്വേഷിക്കുകയാണ്, മനുഷ്യപ്രീതി അന്വേഷിക്കുകയാണ്, മനുഷ്യരിൽ നിന്ന് ബഹുമാനം അന്വേഷിക്കുകയാണ്. അവരിൽ നിന്ന് ബഹുമാനം കിട്ടിയില്ലെങ്കിലോ വേണ്ട പുകിലാവും. അംഗീകാരം, ബഹുമാനം, പ്രശംസ, ഒരുപാട് ദുരഭിമാനത്തിൻ്റെയും വ്യർത്ഥാഭിമാനത്തിൻ്റെയും മുകളിലാണ് നമ്മുടെ ആധ്യാത്മിക ജീവിതം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. സ്വയം സ്നേഹത്തിൻ്റെ മുകളിലാണ് നമ്മുടെ ആധ്യാത്മിക ജീവിതം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ പതയ്ക്ക് മുകളിൽ പള്ളി പണിയാൻ പറ്റുകയില്ല. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇതിനെക്കുറിച്ച് നമ്മളൊന്ന് ഗൗരവത്തിലൊന്ന് ചിന്തിക്കാൻ പോവുകയാണ്. നമ്മൾ ശരിക്കും ഇങ്ങനെ ലോക ബഹുമാനം ആഗ്രഹിക്കാൻ തുടങ്ങിയാൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ലോകവും ദൈവത്തിന് വേണ്ടി ഒരു വ്യക്തിയെ ദൈവം തിരഞ്ഞെടുത്താൽ ആ വ്യക്തിയും ലോകവും തമ്മിൽ ഒരു യുദ്ധം നടക്കുന്നുണ്ട് എന്നുള്ളതൊരു അടിസ്ഥാന സത്യമാണ്. നമുക്ക് ആ ലോകത്തെ വെറുപ്പിക്കാൻ ഇപ്പോൾ ഇഷ്ടമല്ല, നമുക്ക് ആ ലോകത്തോട് വേർപാട് ആചരിക്കാൻ നമുക്ക് ഇഷ്ടമല്ല. നമ്മൾ ലോകത്തെ താല്പര്യത്തോടെ നമ്മൾ അന്വേഷിക്കുകയാണ്, ലോകത്തിൻ്റെ പ്രീതി നമ്മൾ അന്വേഷിക്കുകയാണ്. ഭക്തിമാർഗ പ്രവേശി പറയണം, നിങ്ങൾ എത്രമാത്രം നിങ്ങൾ സ്നേഹിച്ചാലും ശരി, ലോകം നിങ്ങൾ ചവിട്ടും. ലോകം നിങ്ങൾ ചവിട്ടി തുപ്പി തൂത്തുവാരി നമ്മൾ പഴഞ്ചാക്ക് പോലെ മാറ്റിയിടും. കാരണം ഒറ്റ കാരണമുള്ളൂ, യേശുക്രിസ്തു നിങ്ങളെ തിരഞ്ഞെടുത്തു, നിങ്ങൾ യേശുക്രിസ്തുവിനെ സ്നേഹിക്കുന്നു. അതുകൊണ്ട് ലോകം എന്ത് പറയുന്നു, ലോകം എന്നെക്കുറിച്ച് എന്ത് വിചാരിക്കുന്നു, ലോകത്തിന് എന്നെ ഇഷ്ടമാണോ, ഞാൻ പറയണത് ലോകം അംഗീകരിക്കുന്നുണ്ടോ, അത് എല്ലാവർക്കും ഇഷ്ടമായോ, അങ്ങനെയൊന്നും അന്വേഷിക്കാൻ നടക്കരുത്. നീ ഒരു ഭക്തജീവിതം, അതിനകത്ത് ഭക്തിമാർഗ പ്രവേശയിൽ വിശുദ്ധ ഫ്രാൻസിസ് ഡി സാലസ് പറയുകയാണ്, നീ ഒരു ഭക്തജീവിതം ആരംഭിച്ചിരിക്കുന്നുവെന്ന് അറിയുന്ന മാത്രയിൽ ലോകം നിരവധി പരിഹാസങ്ങളും അപവാദങ്ങളും നിൻ്റെ മേൽ കുന്നുകൂട്ടും, വർഷിക്കും. അതിനികൃഷ്ടരായ മനുഷ്യർ അവരുടേതിൽ നിന്ന് വ്യത്യസ്തങ്ങളായ നിൻ്റെ ജീവിതഗതികളെ കപടഭക്തി, കൃത്രിമ സ്വഭാവം എന്നൊക്കെ വ്യാഖ്യാനിക്കുക സാധാരണമാണ്. കപടഭക്തി, കൃത്രിമ സ്വഭാവം എന്നല്ല, ഇന്നൊക്കെ ആണെങ്കിൽ ഉഡായിപ്പ്, അല്ലെങ്കിൽ തട്ടിപ്പ്, ഫ്രോഡ്, ലോക തട്ടിപ്പ്, ബിസിനസ്, കള്ളത്തരം, ഇങ്ങനെ നിൻ്റെ മേൽ എന്തെല്ലാം തിന്മ ദൂഷണം പറയാമോ അതെല്ലാം നിൻ്റെ മേൽ പറയും. നീ നിൻ്റെ ജീവിതത്തിൻ്റെ ഒരു പ്രത്യേക അനുഭവത്തിൽ വെച്ച്
നിൻ്റെ ദൈവം പ്രത്യേക ഒരു ജീവിത സാഹചര്യം ഇടപെട്ട് അങ്ങനെ നീ തിരിഞ്ഞ് നീ ദൈവമേ എന്ന് പറഞ്ഞ് നീ ബൈബിൾ എടുത്ത് വായിക്കാൻ തുടങ്ങി, ധ്യാനം കൂടാൻ തുടങ്ങി, മുട്ടുമേൽ നിന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി, പള്ളിയിൽ പോയി കുർബാന സ്വീകരിക്കാൻ. അപ്പം എന്താ പറഞ്ഞറിയോ? ആ ബിസിനസ്സൊക്കെ പരാജയപ്പെട്ട് ലോകത്തിലെല്ലാം നഷ്ടപ്പെട്ടപ്പോൾ ദൈവത്തിലേക്ക് തിരിഞ്ഞ്. അപ്പോഴും പരിഹാസം. ഇപ്പോൾ വേറൊരു സ്ഥലത്തും പോക്കടയില്ലാതെ ഉടനെ ദൈവത്തിലേക്ക് തിരിഞ്ഞ്. ഇങ്ങനെ നിന്നെ ചവിട്ടുകയും തുപ്പുകയും നിന്നെ എല്ലാവിധ തിന്മകളും കൊണ്ട് നിന്നെ മൂടുകയും ചെയ്യും. പക്ഷെ നിനക്ക് ലോകത്തിൻ്റെ പ്രീതിയും ബഹുമാനവും ആഗ്രഹം ഉണ്ടെങ്കിൽ നീ അവിടെ വീഴും. നീ നിന്നെ തന്നെ പ്രീതിപ്പെടും. നിന്റെ സ്വയം സ്നേഹത്തെ ഒന്ന് ചവിട്ടി കഴുകണം. ഇപ്രകാരം നിൻ്റെ ഭക്തജീവിതം തുടരുന്നെങ്കിൽ നീ പിന്നെ ആ തട്ടിപ്പ്, ഉടായിപ്പ്, പിന്നെ ഫ്രോഡ്, ബിസിനസ് ഇതൊക്കെ ഉണ്ടല്ലോ, അതുകൊണ്ടൊന്നും ഒരാൾ പിന്തിരിയുന്നില്ലെങ്കിൽ സ്നേഹഭാവം നടിച്ചു വരും. എന്നിട്ട് പറയും, ഭയങ്കര സ്നേഹത്തിൽ നടിച്ചു പറയും, എൻ്റെ ചെറുപ്പക്കാരൻ, നീ ചെറുപ്പക്കാരനല്ലേ, നിൻ്റെ ഭക്തജീവിതം തുടരുന്നെങ്കിൽ നീ മന്ദീഭവിച്ച് യൗവനത്തിൽ തന്നെ ക്ഷീണിച്ച് വിറക് കമ്പ് പോലെയായി മാറും. ജീവിതം ഉപവാസമൊന്നും എടുക്കണ്ട കേട്ടോ. ജീവിതം പ്രാർത്ഥിക്കേണ്ടതൊന്നും ആവശ്യമില്ല. ഇതൊന്നും ദൈവത്തെ പ്രീതിപ്പെടുത്താൻ ആവശ്യം. നീ ഇത്ര ഉപവാസമൊന്നും എടുക്കണ്ട. നീ ഇങ്ങനെ എടുത്താലേ, നിൻ്റെ ചെറുപ്പത്തിൽ തന്നെ ഇങ്ങനെ എടുത്താലേ എന്നുണ്ടല്ലോ കുറച്ച് കഴിയുമ്പോഴേ ക്ഷയം വരും കേട്ടോ. നീ ചെറുപ്പത്തിൽ ഇപ്പം ഇങ്ങനെ എടുത്താലേ അസ്ഥിയെ ബാധിക്കും. എൻ്റെ പ്രിയപ്പെട്ട ഇതുപോലെ ഒരുപാട് കാര്യങ്ങൾ. ലോകത്തിലുള്ള നിൻ്റെ സ്ഥാനം നഷ്ടപ്പെട്ട് നിരാധാരനാവുകയും നിൻ്റെ കുടുംബസ്ഥിതി അസ്തപ്രായമാവുകയും ചെയ്തു. നിൻ്റെ പേരും പെരുമ എല്ലാം പോകും. നിൻ്റെ കുടുംബം താഴോട്ട് പോകും. ബിസിനസ്സൊക്കെ പോകും കേട്ടോ. ഇങ്ങനെയൊക്കെ പറയും. നിൻ്റെ കുടുംബസ്ഥിതി അസ്തപ്രായമാവുകയും ചെയ്യും എന്ന് പറയുന്നതിനും അവർ മടിക്കുകയില്ല. എന്നിട്ട് ലാസ്റ്റ് ഒരു ഉപദേശം എങ്ങനെയാണ്? ലോകത്തിൽ ജീവിക്കുന്നതിന് ലോകസാധാരണമായ രീതി നമ്മൾ അവലംബിക്കണം. ലോകത്തിൽ ജീവിക്കുന്ന ലോകരെ പോലെ ജീവിക്കുക. എന്താ ഇങ്ങനെയൊക്കെ ജീവിക്കണത്? വെളുപ്പിന് എഴുന്നേൽക്കുക. എന്തിനാ? ഒരാൾ പണ്ട് പറഞ്ഞവർക്കാണ് സമയാസമയത്ത് ഭക്ഷിക്കുക, കളിക്കുക, ചിരിക്കുക, ഉല്ലസിക്കുക. ഈ പ്രാർത്ഥന, ഈ പള്ളിപ്പോക്ക്, ഈ ബൈബിൾ, ഇതൊക്കെ എന്തിനാ? ഇതൊക്കെ വ്യായാമം ചെയ്യുക. അതാ പറഞ്ഞത്, നീ ലോകത്ത് ജീവിക്കുന്ന ലോകസാധാരണ നമുക്കത് ഭയങ്കര സ്വീകാരം. നീ നിന്നെ തന്നെ പ്രീതിപ്പെടുത്താൻ ആഗ്രഹിക്കുന്നൊരു വ്യക്തിയാണെങ്കിൽ ഏതെങ്കിലും വിധത്തിൽ ലോകത്തിൽ നിന്നെ കെണിവെച്ച് വീഴ്ത്തും. ലോകം ഈ ചക്ക പഴുത്തോന്ന് നോക്കി നമ്മൾ ചക്കയുടെ മുകളിൽ കൊണ്ടുവന്ന ലോകം തുറന്ന് നോക്കിക്കൊണ്ടിരിക്കും. ശരിക്കും ഇതുണ്ടോ എന്നുള്ളത്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ 15-ാം അധ്യായത്തിൽ 19-ാം തിരുലിഖിതം, ജോൺ 15:19, അവിടെ എന്താ പറയണത്? ഈശോ ഈ കാര്യത്തെക്കുറിച്ച് പറഞ്ഞിരിങ്ങനെയാണ്: നിങ്ങൾ ലോകത്തിൻ്റേതായിരുന്നുവെങ്കിൽ ലോകം സ്വന്തമായി അതിനെ സ്നേഹിക്കുമായിരുന്നു. എന്നാൽ നിങ്ങൾ ലോകത്തിൻ്റെതല്ലാത്തത് കൊണ്ട്, ഞാൻ നിങ്ങളെ ലോകത്തിൽ നിന്ന് തിരഞ്ഞെടുത്തത് കൊണ്ട് ലോകം നിങ്ങളെ ദ്വേഷിക്കും. നിങ്ങൾ എന്തു ചെയ്താലും കുറ്റമല്ലാതൊരു കാര്യം നിങ്ങളിതിൽ പ്രോത്സാഹിപ്പിച്ച് പറയുമെന്ന് വിചാരിക്കേണ്ട. നിങ്ങളൊരു ഉപകാരം ചെയ്താൽ അത് നേരെ തിരിച്ച് വ്യാഖ്യാനിക്കാൻ തുടങ്ങും. നിങ്ങൾ വെളുപ്പിനെ എഴുന്നേറ്റാൽ അത് വേറൊരു ഭ്രാന്തായിട്ട് ചിത്രീകരിക്കും. നിങ്ങൾ രാത്രി വരെ ഇരുന്നാൽ അത് മറ്റൊരു ഒരു തിന്മയായിട്ട് വ്യാഖ്യാനിക്കും. ഭക്തിമാർഗ പ്രവേശികയിൽ വിശുദ്ധ ഫ്രാൻസിസ് ഡി സാലസ് വീണ്ടും പറയുകയാണ്, ലീലാ വിനോദങ്ങൾക്കായി എത്ര രാത്രികൾ നീ പോയാലും ലോകത്ത് സന്തോഷമുള്ളൂ, ലോകം കയ്യടിക്കും. നമ്മുടെ സഹോദരന്മാർക്ക് യാതൊരു വിഷമമില്ല. നീ എത്ര രാത്രികൾ നാടകം കളിക്കാൻ പോക്കോ, നീ വെളുപ്പനെ വരെ സ്പോർട്സ് ഫുട്ബോൾ ഗെയിം കണ്ടോ, ഒളിമ്പിക്സ് കണ്ടോ, നീ വെളുപ്പനെ വരെ സെക്കൻഡ് ഷോയ്ക്ക് പോക്കോ, എന്തിനു വേണമെങ്കിലും പോക്കോ, നാടകം കണ്ടിരുന്നോ, ഒരു കുഴപ്പമില്ല. ലീലാ വിനോദങ്ങൾക്ക് വരും. നീ വെളുപ്പിന് വരെ മദ്യപിച്ചിരുന്നോ, ആരും ഒരൊറ്റ വാക്ക് നിന്നെ പറയുകയില്ല. എന്നാൽ 1 മണിക്കൂർ സമയം ധ്യാനത്തിന് വേണ്ടി നീ രാത്രി ഇരുന്നാൽ, അല്ലെങ്കിൽ ദിവ്യകാരുണ്യ സ്വീകരണത്തിന് ഒരുങ്ങാനും കുർബാനയ്ക്ക് ഒരുങ്ങാനും വേണ്ടി വെളുപ്പിനെ കുറേ നേരത്തെ എല്ലാ ദിവസവും എഴുന്നേക്കാൻ തുടങ്ങിയാൽ ഉടനെ വിചാരഗതികൾ മാറും. എന്താ പറയാൻ പോണത്? അപ്പോൾ എല്ലാവരും കൂടി അങ്ങോട്ട് വരും. അങ്ങനെ നമ്മുടെ ഇളകി പാഞ്ഞിങ്ങോട്ട് വരും. എന്നിട്ട് എന്താ പറയണത്? നിനക്ക് സ്ഥിരതയില്ല, നിനക്ക് ഭ്രാന്ത് പിടിച്ചിട്ട് ഭക്തിഭ്രാന്ത് കൂടി, ഭക്തിഭ്രാന്ത് എന്നൊക്കെ പറഞ്ഞ് പിന്നെ ചികിത്സിക്കാൻ വൈദ്യനെ അന്വേഷിക്കുകയായി. നൃത്തം, നാടകം മുതലായ വിനോദങ്ങൾക്കായി എത്ര രാത്രികൾ ചെലവഴിച്ചാലും ഒരക്ഷരം നമുക്കെതിരെ പറയാൻ ആരും ഉണ്ടായിരിക്കുകയില്ല. ഒരു നൈറ്റ് വിജിൽ ഇരുന്നു എന്ന് വിചാരിക്കും. എന്താണ്? രാത്രി നേരെ വൈകുന്നേരം തൊട്ട് നൈറ്റ് വിജിൽ, ജാഗരണ പ്രാർത്ഥന. അതങ്ങനെ എല്ലാ ആഴ്ചയും പോകാൻ എന്ന് പറയും.
പിന്നീട് എല്ലാ കാര്യത്തിനും ദേ നൈറ്റ് വിജിൽ ഇരുന്നുകൊണ്ടാണ് ക്ഷീണിച്ചു പോയി, ദേ എല്ലും തോലുമായി, ദേ പനി വന്നു, നൈറ്റ് വിജിൽ ഇരുന്ന് കാണാം, ദേ കോവിഡ് വന്നു, അതുകൊണ്ടാണ് എല്ലാം ഇതൊറ്റ കാരണങ്ങൾ പറയും. ഫ്രാൻസിസ് സാലസ് തുടർന്ന് പറഞ്ഞെങ്ങനെയാണ്, പക്ഷപാതിയും അനീതിമാനുമായ ഒരു വിധികർത്താവാണ് ലോകം. എന്തുകൊണ്ടെന്നാൽ അത് സ്വസന്താനങ്ങളുടെ നേരെ ആർദ്ര മനസ്സോടെയും ദൈവപുത്രന്മാരുടെ നേരെ ഹൃദയ കാഠിന്യത്തോടും കൂടെ വർദ്ധിക്കുന്നു. എന്ന് പറഞ്ഞാൽ ഒരു ആൾ ദൈവത്തിന് വേണ്ടി വേർതിരിഞ്ഞാൽ അയാളെ ഏത് വിധനെയും ആക്രമിക്കും, എല്ലാ തരത്തിലും അദ്ദേഹത്തെ മാനസികമായി സമ്മർദ്ദത്തിലാക്കും, അദ്ദേഹത്തെ ആത്മീയമായി മാനസികമായി കുടുംബപരമായി അദ്ദേഹത്തെ ദുർബലപ്പെടുത്താൻ നോക്കും. സ്വസന്താനങ്ങളുടെ നേരെ ഭയങ്കര പ്രോത്സാഹനമാണ്. വ്യഭിചാരം, കൂട്ടുജീവിതം, എന്താ പറഞ്ഞാൽ ഭാര്യ കല്യാണം നടത്തേണ്ട അതിന് മുമ്പ് നിറഞ്ഞാൽ അത് മാനസിക അത് നല്ലതാണ്, കള്ളു കുടിക്കാൻ പോയി അത് നല്ലതാണ്, തട്ടിപ്പ് കാണിച്ചത് അത് കുഴപ്പമൊന്നുമില്ല, അതൊക്കെ ഇവിടുത്തെ ആവശ്യമാണ്, കൈക്കൂലി. സ്വസന്താനങ്ങൾ നേരെ എങ്ങനെയുള്ള ലോകപ്രകാരം ജീവിക്കുന്നവരെ ഭയങ്കരമായിട്ട് വളമിട്ട് അങ്ങോട്ട് പ്രോത്സാഹിപ്പിക്കും. ദൈവപുത്രന്മാരുടെ നേരെ ഹൃദയ കാഠിന്യത്തിൽ വർദ്ധിക്കുന്നു. ലൗകികമായ സ്ഥാനം നമുക്ക് ലഭിക്കണമെങ്കിൽ ലോകത്തിൻ്റെ ഈ താളത്തിനൊത്ത് നമ്മളും തുള്ളണം. അത് വലിയ ദുശാഠ്യക്കാരനാകയാൽ അതിനെ സംതൃപ്തിപ്പെടുത്തുക അത്ര എളുപ്പമായ കാര്യമല്ല. ഇതിനെക്കുറിച്ച് ഈശോ പറഞ്ഞെങ്ങനെയാണ്, ലൂക്കായുടെ സുവിശേഷത്തിൽ 7-ാം അധ്യായം 33-34 തിരുലിഖിതങ്ങൾ. ലൂക്കായുടെ സുവിശേഷം 7-ാം അധ്യായം 33-34 തിരുലിഖിതങ്ങൾ. യോഹന്നാൻ അപ്പം ഭക്ഷിക്കാത്തവനും വീഞ്ഞു കുടിക്കാത്തവനുമായി വന്നു, അവനെ നിങ്ങൾ പിശാച് ബാധിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. മനുഷ്യപുത്രൻ ഭക്ഷിക്കുന്നവനും പാനം ചെയ്യുന്നവനായി വന്നു, അപ്പോൾ ഇതാ ഭോജനപ്രിയനും മദ്യപനും ചുങ്കക്കാരുടെയും പാപികളുടെയും സ്നേഹിതനുമായ മനുഷ്യൻ എന്ന്. ഇതാണ് ലോകത്തിൻ്റെ സ്വഭാവം. ഇങ്ങനെയാണ് പറയണത്. അത് ഈശോയെക്കുറിച്ച് പോലും കുറ്റം കണ്ടുപിടിക്കുകയാണ്. അതൊരു 100,000 കുറ്റം. അങ്ങനെയുള്ള ലോകത്തെയാണ് നിങ്ങളിപ്പോൾ സന്തോഷിപ്പിക്കാൻ നോക്കണം, എന്നത് അതിൻ്റെ കയ്യടി വാങ്ങാൻ നോക്കണത്. 10,000 വർഷങ്ങളായി മനുഷ്യനെ മാനേജ് ചെയ്ത് പരിചയമുള്ള അരൂപിയാണിത്. സ്വയസ്നേഹത്തിൻ്റെ അരൂപിയും ലോകത്തിൻ്റെ അരൂപിയും. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഭക്തിമാർഗ പ്രവേശികയിൽ വിശുദ്ധ ഫ്രാൻസിസ് സാലസ് ഇതിനെ ആസ്പദമാക്കി പറഞ്ഞെങ്ങനെയാണ്, സാമാന്യം മോടിയായി വസ്ത്രം ധരിച്ചാൽ ഉടനെ ആഡംബരപ്രിയനായി ചിത്രീകരിക്കും. ഭക്തനാണ്, പക്ഷേ നോക്കിയേ വസ്ത്രമൊക്കെ നോക്കിയേ പളുപളാന്ന് തിളങ്ങല്ലേ, ഒരു ചെരുപ്പിച്ചിന് നന്നാക്കിയിട്ടാക്കി എന്താ മതി. പിള്ളേരുടെയൊക്കെ നടപ്പ് കണ്ടോ, എവിടുന്നോ വലിയ വരുമാനമുണ്ട്. സാമാന്യം മോടിയായി വസ്ത്രം ധരിച്ചാൽ വലിയ ആഡംബരപ്രിയമായ ഭയങ്കര ഒരു തിന്മയായിട്ട് ചിത്രീകരിക്കും. വസ്ത്രം ഇച്ചിരി മോശമാണെങ്കിലോ മഹാലുബ്ധ്, പിശുക്ക് എന്ന് പറഞ്ഞ് അങ്ങനെയാകും. നമ്മുടെ ആചാരോപചാരങ്ങളെ ദുർവ്യാപാരങ്ങളായി ചിത്രീകരിക്കുന്നു. നമ്മുടെ ആശാനിഗ്രഹത്തെ നീചത്വമായും നമ്മുടെ സൗമ്യതയെ ബലഹീനതയായും ചിത്രീകരിക്കും. എന്തു തന്നെ ചെയ്താലും നാം ലോകസമക്ഷം അഭിനന്ദനീയരല്ല. എന്തിന്? ലോകം നമ്മുടെ വീഴ്ചകളെ പർവ്വതീകരിച്ച് അത് വലിയ തരത്തിലുള്ള മഹാ അപരാധമായിട്ട് ചിത്രീകരിക്കും. കുറ്റങ്ങളത് മാക്സിമം പ്രസിദ്ധമാക്കും. 10 തലമുറ കഴിഞ്ഞാലും ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. ലഘുതരങ്ങളായ പാപങ്ങളെ ഗുരുതരങ്ങളാക്കും. അവിചാരിതമായ തെറ്റുകളെ മനഃപൂർവ്വമെന്ന് അത് വിധിക്കും. ഇതാണ് ലോകം. നമ്മുടെ പ്രവൃത്തികളിൽ കുറ്റം കണ്ടുപിടിക്കുവാൻ ലോകത്തിന് സാധിക്കാത്ത പക്ഷം ഉടൻ അത് നമ്മുടെ ഉദ്ദേശങ്ങളെ എതിർക്കുകയായി. ആട്ടിൻകുട്ടി കറുത്തത് വെളുത്തത് എന്തു തന്നെ ആയിക്കൊള്ളട്ടെ, പിടി കിട്ടിയാൽ ചെന്നായി അതിനെ വിടുമോ? ഇതാണ് ഇപ്പോഴത്തെ സ്ഥിതി. 8 തേനീച്ചക്കൂട്ടിൽ പ്രവേശിച്ച് അവിടെ അവയുടെ പ്രയത്നങ്ങളെ വിഫലമാക്കുന്നു. ഒരു 2 8 മതി, 2 8 മതി. ഇസ്രായേൽക്കാരുടെ ആൺമക്കളെ ജനനാൽ തന്നെ വധിക്കണമെന്ന് ഫറവോ രാജാവ് നൽകിയ ആജ്ഞയെ അനുവർത്തിച്ച് വന്ന ഈജിപ്തിലെ ആളുകൾക്ക് തുല്യരാണ് ലോകത്തിൻ്റെ സ്വഭാവം. എന്താ? ഈജിപ്തിലെ പൗരന്മാരുടെ മക്കളെ വന്ന് അത് പ്രോത്സാഹിപ്പിക്കുന്നു, അതിനെല്ലാം കൊടുക്കും. എന്നാൽ ദൈവജനത്തിൻ്റെ കുടുംബത്തിൽ ഒരു ആൺകുഞ്ഞ് ജനിച്ചാൽ ഉടനെ അതിന് ഏത് വിധേനയും പുഴയിലെറിഞ്ഞ് കൊല്ലണം. ഇത് തന്നെയാണ് ഇന്ന് ദൈവത്തിൻ്റെ മാർഗത്തിലേക്ക് തിരിയുന്നവരും ഒരു ആത്മാവിനോട് ലോകം അനുവർത്തിക്കുന്ന രീതി. ഇത് ഇന്ന് മാത്രമല്ല, അന്ന് കായൻ്റെ കാലത്തോട് തുടങ്ങിയതാണ്. ഇവിടെയാണെന്ന് ലോകത്തിൻ്റെ കയ്യടി വാങ്ങാൻ പോണത്. ഇത് രണ്ടിനും കൂടെ കൂട്ടി കെട്ടിയിട്ട് കൊണ്ട് നടക്കുക. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇതിവിടെ കർത്താവ് പറയാണ്, നിങ്ങൾ അവരെ വിട്ടിറങ്ങി വരിക. ലോകത്തോട് വേർപാട് ആചരിക്കാനുള്ള ഒരു ധീരത, ഒരു ധൈര്യം വേണം. ലൊറൻസോ സ്കൂപ്പോളി അതിനെക്കുറിച്ച് പറയുന്നത് എങ്ങനെയാണ്? ലോകവും അതിൻ്റെ ഇന്ദ്രിയങ്ങളും വിധിക്കുന്നത് പോലെ ആയിരിക്കരുത് നമ്മൾ ലോകത്തെ കാണുന്നത്. ഇന്ദ്രിയങ്ങളും ലോകവും നമ്മുടെ ലോക അരൂപിയും നമ്മൾ ധരിപ്പിക്കുന്നത് പോലെ ആയിരിക്കും നമ്മൾ ലോകത്തെ കാണുന്നത്. അന്ധവും നശിച്ചു കൊണ്ടിരിക്കുന്നതുമായ ഈ ലോകമായകളെ സ്നേഹിക്കുന്നതും
അന്വേഷിക്കുന്നതുമായ എല്ലാറ്റിനെയും പൂർണ്ണ ഹൃദയത്തോടെ നാം വിലകെട്ടതായും കപടമായിട്ട് നമ്മൾ കണക്കാക്കണം. ഈ ലോകത്തിൻ്റെ സമ്പത്തും സന്തോഷങ്ങളും ബഹുമതികളും കിരീടവും കൊട്ടാരവും എല്ലാം മായയും ആത്മാവിൻ്റെ മരണത്തിലേക്ക് നയിക്കുന്നവയുമാണ് എന്ന് മനസ്സിലാക്കണം. ആത്മാവിൻ്റെ മരണത്തിലേക്ക് നയിക്കുന്ന ചലന്തി വലയാണ്. തേനീച്ചക്കുട്ടി ചലന്തി കയറിയ പോലെയാണ്. അതുകൊണ്ട് ദാനിയേലിൻ്റെ പുസ്തകം 1:8 നിങ്ങൾ വായിച്ചിട്ടില്ലേ? രാജാവ് കഴിച്ചിരുന്ന വിഭവസമൃദ്ധമായ ഭക്ഷണം കൊണ്ടോ അവൻ കുടിച്ചിരുന്ന വീഞ്ഞ് കൊണ്ടോ താൻ മലിനനാവുകയോ, ഇതാണ് പൗരുഷം, ആത്മീയ പൗരുഷം. താൻ മലിനനാവുകയില്ല എന്ന് അവൻ നിശ്ചയിച്ചു. ലോകത്തിൻ്റെ പോഷണമല്ല ദൈവ പൈതലിൻ്റെ പോഷണം. ലോകത്തിൻ്റെ കയ്യടിയല്ല ദൈവ പൈതലിൻ്റെ ഊർജം. ഇത് ആദ്യമേ മനസ്സിലാക്കി വേർതിരിയണത് വേർതിരിയണം. സ്വയം സ്നേഹത്തെ ഊതി വീർപ്പിച്ചുള്ള ആധ്യാത്മികത അല്ല നമ്മുടെ ആധ്യാത്മികത. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ഒരു കാര്യത്തെ അടിസ്ഥാനമായി മനസ്സിലാക്കിയ ലോറൻസ് സ്കൂപ്പളി പറയുകയാണ്, ഇത് ആത്മാവിൻ്റെ മരണത്തിലേക്ക് നയിക്കുന്നതാണ് ലോക മായ വിഗ്രഹങ്ങളെല്ലാം. ലോക ബഹുമാന, ദ വെയിൻ ഗ്ലോറി, ലോക ബഹുമാനാദികൾ. ലോകത്തെ നിന്ദിക്കുന്ന ഒരുവൻ ലോകത്തെ നിന്ദിക്കുക, ലോകത്തിന് നെറുകെ കയറി ചവിട്ടി നിൽക്കണം. അത് ലോകം മുഴുവനും വെട്ടിപ്പിടിച്ചുകൊണ്ടല്ല ലോകത്തിന് നെറുകെ കയറി നിൽക്കുന്നത്, ലോകത്തെ ഉപേക്ഷിച്ചുകൊണ്ടാണ്. ലോകത്തെ നിന്ദിക്കുന്ന ഒരുവൻ ലോകത്തെ ആകെ ഭരിക്കുന്നവനേക്കാൾ ശക്തനും ബലവാനുമാണ്. ലോകം മുഴുവനെയും ഭരിക്കുന്നവനേക്കാൾ ബലവാനാണ് ലോകത്തെ നിന്ദിക്കുന്ന ഒരുവൻ. ആത്മാർത്ഥമായ അനുസരണം വലിയ രാജാക്കന്മാരെ കീഴടക്കുന്നതിനേക്കാളും അവരെ ഭരിക്കുന്നതിനേക്കാളും അധികം ആത്മാവിൻ്റെ ധീരതയും ബലവും പ്രകടമാക്കുന്നൊരു പ്രവൃത്തിയാണ്. ഉന്നതമായ എല്ലാ അറിവിനേക്കാളും ഉന്നതമായി എളിയ ആത്മജ്ഞാനത്തെ നമ്മൾ മനസ്സിലാക്കിയെടുക്കണം. ലോകത്തിലെ മുഴുവൻ അറിവിനേക്കാളും വലുതാണ് നമ്മളെക്കുറിച്ച്, നമ്മുടെ നിസ്സാരതയെക്കുറിച്ചുള്ള തിരിച്ചറിവ്. നമ്മുടെ നിസ്സാരതയെക്കുറിച്ചുള്ള തിരിച്ചറിവ് ലോകത്തിലെ മുഴുവൻ അറിവുകളെക്കാളും വലുതാണ്. നമ്മുടെ ബലഹീനത, ദ ഫോളൻ നേച്ചർ, ഞാൻ എന്താണ്, എൻ്റെ നിസ്സാരത എന്താണ്, എൻ്റെ പ്രവർത്തനങ്ങളുടെ അടിസ്ഥാനം എന്താണ്, ഇതിൻ്റെയൊക്കെ മോട്ടിവേഷൻ എന്താണ്, ഞാൻ എങ്ങോട്ടാണ് പോണത്, ഞാൻ ആരാണ്, ദൈവം ആരാണ്. നമ്മുടെ നിസ്സാരതയെക്കുറിച്ചുള്ള തിരിച്ചറിവ്, നമ്മുടെ ബലഹീനതകളെക്കുറിച്ചുള്ള തിരിച്ചറിവ്, ദ ഫോളൻ നേച്ചർ ഓഫ് ഹ്യൂമൻ ബീയിങ്സ്, അതിനെക്കുറിച്ചുള്ള തിരിച്ചറിവ്. ആരെങ്കിലും രണ്ടുപേരും നമുക്ക് വേണ്ടി കൈയടിച്ചില്ലെങ്കിൽ വിഷമായി. മനസ്സിലാക്കണം നമ്മുടെ അവസ്ഥ. ഒരാൾ നമ്മളെ പരിഗണിച്ചില്ലെങ്കിൽ വിഷമായി. നമ്മുടെ വീട്ടിലുള്ള എല്ലാവരെയും വിളിച്ചു, എന്നെ കല്യാണത്തിന് വിളിച്ചില്ല, എന്താ, എത്ര നാൾ പിടിക്കണം പിന്നെ അതൊന്ന് ഉറങ്ങാൻ, ഈ ആന്തരിക മുറിവ് എന്നൊക്കെ പറഞ്ഞിങ്ങനെ നടന്നിട്ട് എന്താ കാര്യം, എന്താ അത്, എത്രമാത്രം ലോകമുണ്ടോ അത്രമാത്രം മുറിവുണ്ടെന്ന് മനസ്സിലാക്കിക്കോ. എത്രമാത്രം ലോകം ഉള്ളിലുണ്ടോ അത്രമാത്രം മുറിവുള്ള മനുഷ്യനാണെന്ന് മനസ്സിലാക്കിക്കോ. അവിടെയാണ് മുറിവും വേദനയും, ഉണങ്ങാത്ത മുറിവുകളും ശമനമില്ലാത്ത വേദനയും. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അദൃശ്യ പോരാട്ടം എന്ന പുസ്തകത്തിൽ പറയാണ്, നിരവധി കോട്ടകൾ കീഴടക്കുന്നതിനും ശക്തരും സായുധരുമായ സേനകളെ പരാജയപ്പെടുത്തുന്നതിനുമുള്ള ശക്തി നമുക്കുണ്ടായേക്കാം. അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നതിന്, എന്തിനും മരിച്ചവരെ ഉയർപ്പിക്കുന്നതിനുള്ള ശക്തി നമുക്കുണ്ടാകാം. നമ്മൾ അതിനേക്കാളും വലിയ ശക്തരായിരിക്കാം. എന്നാൽ ഇവയേക്കാൾ എല്ലാം വലിയ ശക്തിയാണ് ഒരു വ്യക്തി അയാളുടെ തെറ്റായ പ്രവണതകളെയും ആസക്തികളെയും കീഴടക്കുന്നത്. അതെത്ര നിസ്സാരങ്ങളാണെങ്കിലും, ചെറിയ ഒരു തിന്മയാണെങ്കിൽ പോലും തെറ്റായ ദുരാസക്തിയെ കീഴടക്കുന്നത് മരിച്ചവരെ ഉയർപ്പിക്കുന്നതിനേക്കാളും വലിയ ശക്തിയാണെന്നാണ് പറയുന്നത്. ദൈവത്തിൻ്റെ വരപ്രസാദമാണ്. മരിച്ചവരെ ഉയർപ്പിക്കുന്നതിനേക്കാളും വലിയ ദൈവത്തിൻ്റെ വരപ്രസാദമാണ്. ഭക്തിമാർഗ പ്രവേശിക എന്ന ആ പുസ്തകത്തിൽ വിശുദ്ധ ഫ്രാൻസിസ് ഡി സാലസ് പറയണം, ഇങ്ങനെ ഒരു ഇത് വരണമെങ്കിൽ എന്ത് ചെയ്യണം, നമ്മുടെ ശൂന്യത, ഒന്നുമില്ലായ്മ ദൈവത്തിന് മുമ്പിൽ പറഞ്ഞു ഒഴിഞ്ഞ കുറേ ഭരണികളിൽ എണ്ണ നിറയ്ക്കുക. അത് രാജാക്കന്മാരുടെ പുസ്തകത്തിലെ സംഭവമാണ്. 2 രാജാക്കന്മാരുടെ പുസ്തകത്തിൽ സംഭവമാണ്. ഏലിയ പ്രവാചകൻ ആ ദൈവഭക്തനായ ഭർത്താവ് മരിച്ച വിധവയുടെ ആ കടം വീട്ടാൻ വേണ്ടി ദൈവത്തിൻ്റെ നിയോഗം ഉണ്ടായി. അപ്പോൾ പറഞ്ഞു, നീ കുറച്ച് ഒഴിഞ്ഞ കൽഭരണികൾ കൊണ്ട്, നീ ഒഴിഞ്ഞ എണ്ണഭരണികൾ കൊണ്ടുവരാൻ പറഞ്ഞു, അതിനകത്ത് എണ്ണ നിറയ്ക്കാൻ. അത് വലിയൊരു അത്ഭുതമായിരുന്നു. അപ്പോൾ അതാ പറഞ്ഞത്,
ഒഴിഞ്ഞ കുറേ ഭരണികളിൽ എണ്ണ നിറയ്ക്കുക എന്ന് ഏലിയ പ്രവാചകൻ ഒരിക്കൽ സാധു വിധവയോട് പറയുകയുണ്ടായി. വ്യർത്ഥാഭിമാനങ്ങളിൽ നിന്ന് ഒഴിഞ്ഞിരുന്നെങ്കിൽ മാത്രമേ ഹൃദയങ്ങളിലേക്ക് വരപ്രസാദം ധാരാളമായി പ്രവേശിക്കൂ. എന്ന് പറഞ്ഞാൽ ദൈവകൃപ പ്രവേശിക്കണമെങ്കിൽ, ദൈവത്തിൻ്റെ ശക്തി പ്രവേശിക്കുന്ന നമ്മളെ ദുരഭിമാനം, വ്യർത്ഥാഭിമാനം, ലോക ബഹുമാന കാംക്ഷ, തന്നോട് തന്നെയുള്ള പ്രീതി, മറ്റുള്ളവരുടെ അംഗീകാരത്തിന് വേണ്ടിയുള്ള ആഗ്രഹം, വെയിൻ ഗ്ലോറിക്ക് വേണ്ടിയുള്ള തീവ്രമായ ആ ഒരു ദാഹം, അതിൽ നിന്നെല്ലാം നമ്മുടെ ആത്മാവിനെ ഒന്ന് ശുദ്ധീകരിച്ചെടുക്കണം. ശുദ്ധീകരിച്ച് ഒരു ഒഴിഞ്ഞ കൽഭരണി, എൻ്റെ കർത്താവെ ഞാൻ ശൂന്യന, ഒന്നുമില്ല, എനിക്ക് അങ്ങയെ കൂടാതെ ഒരു മേന്മയില്ല, ഞാൻ എന്താണ്, അങ്ങ് ആരാണ്, ഞാനൊന്നുമല്ല. ഇങ്ങനെ കർത്താവിൻ്റെ മുമ്പിൽ നമ്മുടെ റിയൽ ആ ശൂന്യ അവസ്ഥയുമായി നമ്മൾ കർത്താവിൻ്റെ അടുത്തേക്ക് ചെല്ലണം. തുടർന്ന് പറഞ്ഞ് ഇങ്ങനെയാണ് ഭക്തിമാർഗ പ്രവേശികയിൽ വിശുദ്ധ ഫ്രാൻസിസ് സാൽസ് പറയുകയാണ്, നമ്മിലുള്ള യാതൊരു സൽഗുണവും നമ്മുടേതല്ലെന്ന ബോധം നിലനിർത്തുന്നിടത്തോളം കാലം ആ ശൂന്യ ബോധാവസ്ഥയിലാണ് നമ്മൾ. നമ്മിൽ പ്രശോഭിക്കുന്ന ദൈവദാനങ്ങൾ നമ്മെ അഹങ്കാരികളാക്കുകയില്ല. ആ ശൂന്യതാ ബോധം ഉണ്ടെങ്കിൽ ഒരു രാജാവിൻ്റെ സുരഭിലവും വിശിഷ്ടവുമായ സുഗന്ധദ്രവ്യങ്ങളുടെ ഭാരം വഹിക്കുന്നത് കൊണ്ട് ആ കോവർക്കഴുത, ആ വൃത്തികെട്ട കോവർക്കഴുത വികൃത രൂപവും ദുർഗന്ധവുമുള്ള ജന്തു അല്ലെന്ന് വരുമോ? ദൈവത്തിൽ നിന്ന് ലഭിച്ച പല കാര്യങ്ങളും നമ്മളിങ്ങനെ ഇരിക്കുന്നുണ്ട്, നമ്മൾ ഇപ്പോൾ വലിയ കുഴപ്പമില്ലാതെ ഇങ്ങനെ നടക്കുകയാണ്. ദൈവത്തിൽ നിന്ന് ലഭിച്ച ഒരുപാട് കാര്യങ്ങളുള്ളത് കൊണ്ട് ഇതൊന്നും കൂടെ വായിച്ചു നോക്കിയാൽ വിശുദ്ധ ഫ്രാൻസിസ് സാൽസ് പറയുകയാണ്, ഒരു രാജാവിൻ്റെ സുരഭിലവും വിശിഷ്ടവുമായ സുഗന്ധദ്രവ്യങ്ങളുടെ ഭണ്ഡാകാരം, ഒരുപാട് സുഗന്ധദ്രവ്യ ചെപ്പുകളൊക്കെ അടുക്കി ഈ കോവർക്കഴുതയുടെ പുറത്തിങ്ങനെ വെച്ചിരിക്കുകയാണ്. ആ കോവർക്കഴുത നമ്മളാണ്. ഒരുപാട് കഴിവുകളും കൃപകളും ശുശ്രൂഷാവരങ്ങളും ദാനങ്ങളും നന്മയും നല്ല സ്വഭാവം കുറച്ച് എല്ലാം അങ്ങനെ വെച്ചിരിക്കുകയാണ്. എന്നിട്ട് നമ്മൾ ഇതിനകത്ത് അഭിമാനം കൊള്ളണം. എനിക്കെന്ന് പറഞ്ഞാൽ ഞാൻ സത്യസന്ധനാണ്, ഞാൻ ഒരു നോണ ഇതുവരെ എൻ്റെ നാവ് കൊണ്ട് പറഞ്ഞില്ല, ഞാനെന്ന് പറഞ്ഞാൽ കൂടെ നടക്കുകയാണ്. ഞാൻ 5 മണിക്ക് ശേഷം ഒരിക്കലും ഞാൻ കിടന്നുറങ്ങിയാലും ഞാൻ വെളുപ്പിന് നേരത്തെ എഴുതി. എങ്ങനെ? എന്ത്? ദൈവകൃപ തന്നുകൊണ്ടല്ലേ. നമുക്കുള്ള എല്ലാം ഈ കോവർക്കഴുതയുടെ മുകളിൽ വെച്ച് കെട്ടിയ ആ സുഗന്ധദ്രവ്യ ചെപ്പുകൾ. കർത്താവ് ആ കോവർക്കഴുതയ്ക്ക് എന്ത് ക്ലെയിം ചെയ്യാനുണ്ട്? രാജാവിനോട് എന്ത് ക്ലെയിം ചെയ്യാനുണ്ട് കോവർക്കഴുതയ്ക്ക്? ഇങ്ങനെ ഒരുപാട് സുഗന്ധദ്രവ്യ ചെപ്പുകളെല്ലാം രാജാവ് ഈ കോവർക്കഴുതയുടെ മുകളിൽ വെച്ച് കെട്ടി. അത് വേറെ ഒത്തിരി പേർക്ക് കൊടുക്കാനുള്ളതാണെന്ന് ഓർക്കണം. അത് പോട്ടെ, എന്തായാലും അത് വെച്ച് കെട്ടി. എന്നിട്ട് ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ സുഗന്ധങ്ങളെല്ലാം ഇങ്ങനെ വരികയാണ്. അപ്പോൾ ആ വികൃത രൂപവും ദുർഗന്ധമുള്ള ജന്തു എന്താ വിചാരിക്കണത്? നമ്മളെന്താ വിചാരിക്കണമെന്ന് ചിന്തിച്ചാൽ മതി. നമ്മുടെ ശരിക്കും ഉള്ളിലിരിക്കുന്ന വികൃത രൂപം ദുർഗന്ധമുള്ള ജന്തുവാണോ എന്ന് നോക്കണം. ശരിക്കും നമ്മുടെ റിയൽ അവസ്ഥ ദൈവത്തോട്, ഇതാണ് കർത്താവേ ഞാൻ, അങ്ങയുടെ കൃപ പിൻവലിച്ചാൽ ഞാൻ എന്താണ്? എൻ്റെ ഭീകരരൂപം, എൻ്റെ ശൂന്യാവസ്ഥ, എൻ്റെ സ്വഭാവം, എൻ്റെ ഫോളൻ നേച്ചർ, ഇതാണ് വിശുദ്ധ ഫ്രാൻസിസ് സാലസ്. ഒന്നുകൂടെ വായിച്ചു നോക്കിയേ. വിശുദ്ധ ഫ്രാൻസിസ് സാലസ് പറയണത്, വികൃതരൂപവും ദുർഗന്ധമുള്ള ജന്തു അല്ലാതായി വരുമോ? ദൈവത്തിൽ നിന്ന് ലഭിക്കാത്തതായി നിനക്ക് എന്താണ് ഉള്ളത്? ഇനിയിപ്പോൾ വേറെ ചിലരെന്നറിയോ, വേറെ ചിലർ ഒരു പ്രത്യേക തരത്തിൽ ഇതിൻ്റെ ഇടയിൽ ഒരു ബാലൻസിങ് ഉണ്ട്. ഇതൊക്കെ മാനേജ് ചെയ്ത് കൊണ്ടുവന്ന കുറച്ച് പേരുണ്ട്. അവരെന്ത് പറയുന്ന അറിയോ? അവർ കാണുമ്പോൾ അയ്യോ ഞാൻ പാവം, ദൈവത്തിൻ്റെ കൃപയില്ലെങ്കിൽ ഒന്നുമില്ല കേട്ടോ, മഹാ പോക്കാണ് ഞാനെന്ന് പറയും. പക്ഷേ ശരിക്കും ഇവർ പറയണത് നമ്മളങ്ങനെ വിശ്വസിച്ചാലോ വിവരം അറിയും. ഒന്ന് വായിച്ചു നോക്കിയേ. നാം വെറും ശൂന്യരും കഷ്ടതകളുടെ മൂർത്തിഭാവവും ലോകത്തിൽ പരിത്യജിക്കപ്പെടുന്നവരുമാണെന്ന് നമ്മെക്കുറിച്ച് തന്നെ പ്രസ്താവിക്കാറുണ്ട് ചിലപ്പോഴൊക്കെ. എന്നാൽ നമ്മുടെ പ്രസ്താവത്തെ മറ്റുള്ളവർ ആത്മാർത്ഥമായി വിശ്വസിക്കുകയോ നിർഭാഗ്യരെന്ന് നമ്മളെ വിളിക്കുകയോ ചെയ്യുന്നത് നമ്മുടെ അതൃപ്തിക്ക് കാരണമാകും. ലോകദൃഷ്ടിയിൽ നിന്ന് ഓടി മറയുന്നതിന് നാം ശ്രമിക്കുന്നു. പക്ഷേ ലോകം നമ്മെ ആരാഞ്ഞ് കണ്ടുപിടിക്കുന്നതിന് നാം പ്രയോഗിക്കുന്ന ഒരു കൗശലമല്ലയോ ഇത് എന്ന് ചോദിക്കുകയാണ്. ജനതാ മധ്യേ അതിനിസ്സാരമായ സ്ഥാനവും ഭക്ഷണശാലയിൽ ഏറ്റവും ഒടുവിലത്തെ ഇരിപ്പിടവും നമ്മൾ പോയി കണ്ടുപിടിക്കും. എന്നാൽ ഒന്നാമത്തെ സ്ഥാനം കരസ്ഥമാക്കുന്നതിനുള്ള ത്വരയല്ലേ അതിൻ്റെ പിന്നിൽ? യഥാർത്ഥ വിനയഭാവമുള്ളവർ വിനയഭാവം നടിക്കുകയോ ഇങ്ങനെയുള്ള വിനയവാക്കുകൾ അമിതമായി എടുത്ത് ഉപയോഗിക്കുകയോ ചെയ്യുന്നില്ല. പ്രത്യുത മറ്റ് പുണ്യങ്ങളെയും
സർവ്വപ്രധാനമായ എളിമയെയും മറച്ചു വെക്കുന്നതിനായിരിക്കും അവരുടെ ശ്രമം. നല്ല ഒറിജിനൽ തേനാണെങ്കിൽ വെള്ളത്തിന് മുകളിലിട്ടാൽ അത് നേരെ വെള്ളത്തിനടിയിലേക്ക് അങ്ങോട്ട് പോകും. പരിശുദ്ധ കുർബാന എഴുന്നള്ളിച്ച് വെച്ച് നമ്മുടെ ഈ ഒരു ഡ്യൂപ്ലിസിറ്റി, നമ്മുടെ ഈ ഡൈക്കോട്ടമി, നമ്മുടെ മനുഷ്യ ജീവിതത്തിലെ ഈ പ്രത്യേക വിഭജിക്കപ്പെട്ട അവസ്ഥ, അത് കർത്താവിന് മുമ്പിൽ വെക്കാം. പ്രത്യേകിച്ച് നമ്മുടെ ആധ്യാത്മിക ജീവിതം, നമ്മുടെ പ്രാർത്ഥനാ ജീവിതം, നമ്മുടെ ശുശ്രൂഷ ജീവിതം, നമ്മുടെ ഓരോ ജീവിത അന്തസ്സിൻ്റെ ഓരോ ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കുന്ന മണ്ഡലത്തിൽ നമ്മുടെ അടിയിൽ കിടക്കുന്ന ഈ ബഹുമാനകാംക്ഷ, ലോക ബഹുമാനകാംക്ഷ, തന്നെ പ്രീതിപ്പെടുത്താൻ വേണ്ടിയുള്ള ത്വര, ഈശോയുടെ സ്വന്തമാകാൻ വേണ്ടി ഇതുവരെയും ഒരാഗ്രഹം ജനിക്കാത്ത അവസ്ഥ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ലോകം നമുക്ക് വെച്ച് നീട്ടുന്ന എല്ലാ ബഹുമാനാദികളും, ഈ ലോകം നമുക്ക് തരുന്ന സർവ്വ കാര്യങ്ങളും ആത്മാവിനെ മരണത്തിലേക്ക് നയിക്കുന്ന, ആത്മാവിനെ സാവകാശം മരണത്തിലേക്ക് നയിച്ചുകൊണ്ടിരിക്കുന്ന ഇൻഡ്യൂസിങ് ആയിട്ടുള്ള പോയിസൺ ആണോ ചിന്തിക്കണം, സ്ലോ പോയിസണിങ് ആണോ എന്ന് ചിന്തിക്കണം. നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം. ഈ ആരാധനയുടെ സമയത്ത് നമ്മുടെ യഥാർത്ഥ ഒരു ആത്മജ്ഞാനത്തിലേക്ക് നയിക്കണമേ എന്ന് നമുക്ക് എളിമപ്പെടാം, പ്രാർത്ഥിക്കാം. തിരുവോസ്തിയിൽ വാഴുമീശോ, തിരുമുമ്പിലണയുന്നു ഞങ്ങൾ. ഉരുകുന്ന ഹൃദയത്തിൽ നൊമ്പരങ്ങൾ കരതാരിലേകുന്നു ഞങ്ങൾ. തിരുവോസ്തിയിൽ വാഴുമീശോ, തിരുമുമ്പിലണയുന്നു ഞങ്ങൾ. ഉരുകുന്ന ഹൃദയത്തിൽ നൊമ്പരങ്ങൾ കരതാരിലേകുന്നു ഞങ്ങൾ. ആരാധന ആരാധന ഈശോയെ, ആരാധന 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 ഈശോയെ, ആരാധന 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 ഈശോയെ, ആരാധന ഈശോയെ, ആരാധന. രണ്ട് കരങ്ങൾ ഉയർത്തി നമ്മുടെ അയോഗ്യ അവസ്ഥകളും നമ്മുടെ എല്ലാ തരത്തിലുള്ള ദൈവകൃപയില്ലാത്ത ശൂന്യ അവസ്ഥകളും ദൈവസന്നിധിയിലേക്ക് സമർപ്പിക്കാൻ. ദൈവമേ, അങ്ങയുടെ തിരുസന്നിധിയിൽ അങ്ങയുടെ ദാസനും കുടുംബവും എന്തുള്ളൂ? അങ്ങയുടെ ഓർമ്മയിൽ വരാൻ മാത്രം ഒന്നുമില്ലല്ലോ കർത്താവേ. അവിടുത്തെ കരുണ മാത്രമാണല്ലോ ഞങ്ങളെ എന്തെങ്കിലും ആക്കി മാറ്റുന്നത്. അങ്ങയുടെ ദാനങ്ങളാണല്ലോ എല്ലാം കർത്താവേ. മനുഷ്യൻ്റെ ആഗ്രഹമോ പ്രയത്നമോ അല്ല, ദൈവത്തിൻ്റെ ദയയാണ് എല്ലാറ്റിൻ്റെയും അടിസ്ഥാനം. കരങ്ങൾ ഉയർത്തി ഉച്ചത്തിൽ സ്തുതിച്ച് ദൈവത്തെ അംഗീകരിക്കാം. സർവാധിപനായ ദൈവമേ, മഹത്വത്തിന്റെ കർത്താവേ, അങ്ങയെ ഞങ്ങൾ ആരാധിക്കുന്നു, അങ്ങയെ ഞങ്ങൾ ഏറ്റുപറയുന്നു. അവിടെ നിന്നാണ് ഞങ്ങളുടെ രാജാവ്, അവിടെ നിന്നാണ് ഞങ്ങളുടെ ദൈവം, അവിടെ നിന്നാണ് ഞങ്ങളുടെ രക്ഷാവ്, ഞങ്ങളുടെ സൃഷ്ടാവ്. അങ്ങയെ ഞങ്ങൾ ആരാധിക്കുന്നു. രാജാവേ, ഞങ്ങളുടെ സർവ്വത്തിന്റെ അധിപനെ, എല്ലാം നൽകുന്നവനെ, എല്ലാം ദാനമായി നൽകുന്നവനെ, ദാനമായി തന്നവനെ, എല്ലാം ഉദാരമായി തന്നവനെ, ഒരിക്കലും കുറ്റപ്പെടുത്താതെ സ്നേഹിച്ചുകൊണ്ടിരിക്കുന്നവനെ, എന്റെ രാജാവായ ദൈവമേ, ഞങ്ങളുടെ എല്ലാ അയോഗ്യാവസ്ഥ, വികൃതാവസ്ഥകൾ, ഞങ്ങളെല്ലാം വികൃത അവസ്ഥകൾ സമർപ്പിക്കുന്ന കർത്താവേ. ഞങ്ങൾ വികൃതമായ അവസ്ഥകളിലാണ് കർത്താവേ, വൈരൂപ്യമുള്ളവരാണ് കർത്താവേ. ഞങ്ങളുടെ ഒരുപാട് തരത്തിലുള്ള അരാജകത്വങ്ങളുണ്ട് കർത്താവേ. എല്ലാം ഏറ്റുപറയാണ്. ഒരു പുതിയ ജീവിതം തരണമേ, ഒരു പുതിയ തുടക്കം തരണമേ, ഒരു പുതിയ അഭിഷേകം തരണമേ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഈശോയേ 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 ഈശോയേ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഈശോയെ ആരാധന ആരാധന. തുടർന്ന് വിശ്വാസ പ്രമാണം നമുക്ക് തീഷ്ണതയോടെ ജപിച്ച് എളിമപ്പെട്ട്, എത്രയും എളിമപ്പെട്ട് നമുക്ക് പ്രാർത്ഥിക്കാം.
സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളത്തിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്ക സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. നമ്മുടെ ആത്മാവിൻ്റെ എല്ലാ അവസ്ഥകളും, നമ്മുടെ ഹൃദയത്തിൻ്റെയും നമ്മുടെ സ്വഭാവത്തിൻ്റെ എല്ലാ മണ്ഡലങ്ങളും പരിശുദ്ധാത്മാവിന് അടിയറ വെക്കാം. പരിശുദ്ധാത്മാവെ എഴുന്നള്ളി വരണമേ, പരിശുദ്ധാത്മാവെ എന്നറിയണമേ. വീണ്ടും കരങ്ങൾ ഉയർത്തി നമുക്ക് ഉച്ചത്തിൽ സ്തുതിക്കാം. പരിശുദ്ധാത്മാവേ പറന്നിറങ്ങണേ, അഭിഷേകത്താൽ എന്നെ ശക്തനാക്കണേ. പരിശുദ്ധാത്മാവേ പറന്നിറങ്ങണേ, അഭിഷേകത്താൽ എന്നെ ശക്തനാക്കണേ. റൂഹായേ 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 റൂഹായേ. തുടർന്ന് പരിശുദ്ധാത്മാവിൻ്റെ ലുത്തിനിയ ജപിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ അനുഗ്രഹിക്കണമേ, കർത്താവേ അനുഗ്രഹിക്കണമേ. മിശിഹായെ അനുഗ്രഹിക്കണമേ, മിശിഹായെ അനുഗ്രഹിക്കണമേ. കർത്താവേ അനുഗ്രഹിക്കണമേ, കർത്താവേ അനുഗ്രഹിക്കണമേ. സർവശക്തനായ പിതാവേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പിതാവിന്റെ അനാദിയായ പുത്രനും ലോകരക്ഷകനുമായ യേശുവേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പിതാവിന്റെയും പുത്രന്റെയും അമേയമായ ജീവനായ പരിശുദ്ധാത്മാവേ ഞങ്ങളെ ശുദ്ധീകരിക്കണമേ. പരിശുദ്ധ ത്രിത്വമേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. പിതാവിൽ നിന്നും പുത്രനിൽ നിന്നും പുറപ്പെടുന്ന പരിശുദ്ധാത്മാവേ ഞങ്ങളുടെ ഹൃദയങ്ങളിൽ പ്രവേശിക്കണമേ. പിതാവിനും പുത്രനും സമനായ പരിശുദ്ധാത്മാവേ ഞങ്ങളുടെ ഹൃദയങ്ങളിൽ പ്രവേശിക്കണമേ. പിതാവിന്റെ വാഗ്ദാനമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. സ്വർഗീയ പ്രകാശത്തിന്റെ കതിരേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. എല്ലാ നന്മകളുടെയും കാരണമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. സ്വർഗീയ നീരുറവയെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ദഹിപ്പിക്കുന്ന അഗ്നിയെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ആർദ്രമായ സ്നേഹമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ആത്മീയ അഭിഷേകമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. സ്നേഹത്തിന്റെയും സത്യത്തിന്റെയും അരൂപിയെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ജ്ഞാനത്തിന്റെയും ബുദ്ധിയുടെയും അരൂപിയെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. സതുപദേശത്തിന്റെയും ആത്മശക്തിയുടെയും അരൂപിയെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. അറിവിന്റെയും ഭക്തിയുടെയും അരൂപിയെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. സമാധാനത്തിന്റെയും ശാന്തതയുടെയും അരൂപിയെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. വിനയത്തിന്റെയും നിഷ്കളങ്കതയുടെയും അരൂപിയെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ആശ്വാസദായകനായ പരിശുദ്ധാത്മാവേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. വിശുദ്ധീകരിക്കുന്ന ആത്മാവേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. തിരുസഭയെ ഭരിക്കുന്ന പരിശുദ്ധാത്മാവേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. അത്യുന്നതനായ ദൈവത്തിന് ദാനമായ പരിശുദ്ധാരൂപിയെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പ്രപഞ്ചത്തിൽ നിറഞ്ഞു നിൽക്കുന്ന അരൂപിയെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ദൈവമക്കളുടെ പുത്ര സ്വീകാര്യത്തിന്റെ അരൂപിയെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധാത്മാവേ പാപത്തെ കുറിച്ചുള്ള ഭയത്താൽ ഞങ്ങളെ നിറയ്ക്കണമേ. പരിശുദ്ധാത്മാവേ
അവിടുന്ന് എഴുന്നള്ളി വന്ന് ഭൂമുഖം നവീകരിക്കണമേ. പരിശുദ്ധാത്മാവേ, അങ്ങേ പ്രകാശം ഞങ്ങളുടെ ആത്മാക്കളിൽ ചൊരിയണമേ. പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ ഹൃദയങ്ങളിൽ അങ്ങയുടെ നിയമം എഴുതണമേ. പരിശുദ്ധാത്മാവേ, അങ്ങയുടെ സ്നേഹാഗ്നിയാൽ ഞങ്ങളെ കത്തിജ്വലിപ്പിക്കണമേ. പരിശുദ്ധാത്മാവേ, അങ്ങയുടെ പ്രസാദവരങ്ങളുടെ ഭണ്ഡാകാരം ഞങ്ങൾക്കായി തുറക്കണമേ. പരിശുദ്ധാത്മാവേ, പ്രാർത്ഥിക്കാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. പരിശുദ്ധാത്മാവേ, സ്വർഗീയ പ്രചോദനത്താൽ ഞങ്ങളെ പ്രകാശിപ്പിക്കണമേ. പരിശുദ്ധാത്മാവേ, രക്ഷയുടെ വഴിയിലൂടെ ഞങ്ങളെ നയിക്കണമേ. പരിശുദ്ധാത്മാവേ, ആവശ്യമായ ഒരേ ഒരു ജ്ഞാനം ഞങ്ങൾക്ക് നൽകണമേ. പരിശുദ്ധാത്മാവേ, നന്മ അഭ്യസിക്കാൻ പ്രചോദനം നൽകണമേ. പരിശുദ്ധാത്മാവേ, എല്ലാ പുണ്യങ്ങളുടെയും യോഗ്യത ഞങ്ങൾക്ക് നൽകണമേ. പരിശുദ്ധാത്മാവേ, നീതിയിൽ ഞങ്ങളെ നിലനിർത്തണമേ. പരിശുദ്ധാത്മാവേ, അവിടുന്ന് ഞങ്ങളുടെ നിത്യമായ പ്രതിഫലമാകണമേ. ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടേ, അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ ഞങ്ങളിലേക്ക് അയക്കണമേ. ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടേ, പരിശുദ്ധാത്മാവിന്റെ ദാനങ്ങൾ ഞങ്ങളിൽ വർഷിക്കണമേ. ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടേ, ജ്ഞാനത്തിന്റെയും ഭക്തിയുടെയും അരൂപിയെ ഞങ്ങൾക്ക് നൽകണമേ. പരിശുദ്ധാത്മാവേ വരണമേ. അങ്ങേ വിശ്വാസികളുടെ ഹൃദയങ്ങളെ നിറയ്ക്കണമേ. അങ്ങേ സ്നേഹാഗ്നി ഞങ്ങളിൽ ജ്വലിപ്പിക്കണമേ. പ്രാർത്ഥിക്കാം. ഓ കാരുണ്യവാനായ പിതാവേ, അങ്ങേ ദിവ്യാരൂപി ഞങ്ങളെ പ്രകാശിപ്പിക്കുകയും ജ്വലിപ്പിക്കുകയും പൗത്രീകരിക്കുകയും ചെയ്യട്ടെ. സ്വർഗീയ നദി ഞങ്ങളിൽ ഒഴുക്കി സൽപ്രവൃത്തികൾ ചെയ്യാൻ ഞങ്ങളെ പ്രാപ്തരാക്കണമേ. അങ്ങയോടുകൂടി നിത്യം ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങേ പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായുടെയും പരിശുദ്ധാത്മാവിന്റെയും ഐക്യത്തിൽ ഞങ്ങളുടെ യാചനകൾ സാധിച്ചു തരണമേ. ആമേൻ. കരങ്ങൾ ഉയർത്തി ഒന്നും കൂടെ സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, ആരാധന, ആരാധന, ആരാധന. ഈശോയെ ആരാധന, ഈശോയെ ആരാധന, ഈശോയെ ആരാധന, ഈശോയെ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. തുടർന്നുള്ള നിമിഷങ്ങളിൽ നമുക്ക് മുട്ടുമേൽ നിൽക്കാം. നമ്മൾ കർത്താവിനോട് പ്രാർത്ഥിക്കുക. എൻ്റെ കർത്താവേ, എൻ്റെ അയോഗ്യ അവസ്ഥ, എൻ്റെ മനസ്സിൻ്റെ അവസ്ഥ, അങ്ങയുടെ ആ വലിയ സ്നേഹം, വാത്സല്യം, എൻ്റെ നന്ദികേട്, എൻ്റെ നിസ്സാരത, എൻ്റെ ദുരഭിമാനം, എൻ്റെ വ്യർത്ഥാഭിമാനം, എൻ്റെ ഈ അധപ്പതിച്ച മനുഷ്യപ്രകൃതി, ഇതിൻ്റെ എല്ലാ മണ്ഡലങ്ങളെയും ഞാൻ സമർപ്പിക്കുന്നു. ഈ അവസ്ഥയിലേക്ക് അങ്ങയുടെ സ്വർഗീയ ശക്തി നിവേശിപ്പിക്കണമേ. നമ്മുടെ ആത്മാവിൻ്റെ എല്ലാ അവസ്ഥകളും പറഞ്ഞ് എളിമയോടെ ഈ സമയം നമുക്ക് പ്രാർത്ഥിക്കാം. കെട്ടുപോയ വാണു ഞാൻ, തീ കെട്ടുപോയ വിളക്കാണു ഞാൻ. കൂട്ടുവാനായി ആരുവരും എന്നിൽ തീ കൂട്ടുവാനായി ആരുവരും. കെട്ടുപോയ വാണു ഞാൻ, തീ കെട്ടുപോയ വിളക്കാണു ഞാൻ. കൂട്ടുവാനായി ആരുവരും എന്നിൽ തീ കൂട്ടുവാനായി ആരുവരും. യേശുവേ, നീ വരൂ, ആ സ്നേഹം നീ തരൂ. അഭിഷേകം നീ തരൂ. യേശുവേ, നീ വരൂ, ആ സ്നേഹം നീ തരൂ. ആത്മനേ, നീ വരൂ, അഭിഷേകം നീ തരൂ.
ശക്തി അഗ്നി സ്വരൂപന ഹൃദയത്തിൽ ജീവജലത്തിൻ അരുവിയ ആയിരം ആയിരം വിശ്വാസികളിൽ ആദ്യ സ്നേഹത്തിൽ വീണ്ടും ജനനമാ ആയിരം ആയിരം വിശ്വാസികളിൽ ആദ്യ സ്നേഹത്തിൽ വീണ്ടും ജനനമാ യേശുവേ എല്ലാവരും ഭാഷാവരങ്ങളിൽ സ്തുതിക്കുന്നു, ഭാഷാവരങ്ങളിൽ സ്തുതിക്കുന്നു. അനേകം ദുരഭിമാനത്തിന്റെ കെട്ടുകൾ, അഹങ്കാരത്തിന്റെ ആധിപത്യങ്ങൾ കർത്താവ് കൃപ നൽകി ആ വേരുകൾ പറിക്കുന്നു. പിതാവ് നടാത്ത എല്ലാ ചെടികളും പിഴുതു മാറ്റപ്പെടുന്നു. യേശുവിന്റെ രക്തം, യേശുവിന്റെ രക്തം, നമുക്ക് വേണ്ടി ചിന്തപ്പെട്ട യേശുവിന്റെ രക്തത്താൽ മൂലഭാവത്തിന്റെ വേരുകൾ പറിക്കപ്പെടുന്നു. മൂലഭാവത്തിന്റെ അഹങ്കാരം, കോപം, രാഷ്ട്രീയം, ധിക്കാരം, താൻപോരിമ ഭാവം, തന്നിഷ്ടം, ഏകാധിപത്യ സ്വഭാവം, വിമത സ്വഭാവം, അനുസരണക്കേട്, മാത്സര്യം, 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 സ്വാർത്ഥ സ്നേഹം, സ്വയം സ്നേഹം, തന്നോട് തന്നെയുള്ള സ്നേഹം, ലോകപ്രീതിക്ക് വേണ്ടി ആഗ്രഹം, ബഹുമാന കാംക്ഷ, ഇങ്ങനെയുള്ള എല്ലാ മണ്ഡലങ്ങളുടെ മേലും യേശുവിന്റെ അത്ഭുതകരമായ കടാക്ഷം, യേശുവിന്റെ കടാക്ഷം. ഈശോ, ഈശോ, ഈശോ. എല്ലാവരും സ്തുതിക്കുന്നു, എല്ലാവരും സ്തുതിക്കുന്നു, എല്ലാവരും സ്തുതിക്കുന്നു, എല്ലാവരും സ്തുതിക്കുന്നു. യേശുവേ, 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 എന്നെ കഴുകണമേ, യേശുവേ, എന്നെ കഴുകണമേ, യേശുവേ, യേശുവേ, ഈശോയേ, എന്നെ കഴുകണമേ, സർവാംഗം എന്നെ ശുദ്ധനാക്കണമേ, ഈശോയേ, എന്നെ കഴുകണമേ, സർവാംഗം എന്നെ നീ ശുദ്ധനാക്കൂ. ജീസസ്, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ജീസസ്, 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 ജീസസ്. എന്നെ കഴുകണമേ, ഇരുനീക്കിയുള്ള തെളിക്കണമേ, സർവാംഗമെന്നെ നീ ശുദ്ധനാക്കൂ, സവിശേഷമെന്നെ നീ ശോഭിതനാക്കൂ. ഈശോയേ, എന്നെ കഴുകണമേ, ഈശോയേ, എന്നെ കഴുകണമേ. തുടർന്ന് പരിശുദ്ധ മാതാവിൻ്റെ വിമല ഹൃദയ പ്രതിഷ്ഠ ചൊല്ലി നമ്മളെ തന്നെ പരിശുദ്ധ മാതാവിൻ്റെ വിമല ഹൃദയത്തിലൂടെ ഈശോയ്ക്ക് സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ക്രിസ്ത്യാനികളുടെ സഹായവും മനുഷ്യവർഗത്തിന്റെ അഭയവുമായ പരിശുദ്ധ മറിയമേ, യുദ്ധം കൊണ്ടും അവിശ്വാസം കൊണ്ടും അധപ്പതിച്ചു പോകുന്ന ലോകത്തെയും പല വിധത്തിൽ പീഡിപ്പിക്കപ്പെടുന്ന തിരുസഭയെയും വിവിധ സങ്കടങ്ങൾ നിമിത്തം വലയുന്നവരായ ഞങ്ങളെയും
അങ്ങേ അമലോത്ഭവ ഹൃദയത്തിന് പ്രതിഷ്ഠിക്കുന്നു. മിശിഹായുടെ സമാധാനം ഞങ്ങൾക്കും ലോകത്തിനുമായി വാങ്ങിത്തരണമേ. അങ്ങേ വിമല ഹൃദയത്തിന് പ്രതിഷ്ഠിതരായ ഞങ്ങളെ പരിശുദ്ധരായി ജീവിക്കുന്നതിനും പ്രേക്ഷിത ചൈതന്യത്തിൽ വളർന്നു വരുന്നതിനും അനുഗ്രഹിക്കണമേ. തിരുസഭാംബികയെ, തിരുസഭയ്ക്ക് സർവ സ്വാതന്ത്ര്യവും സമാധാനവും അരുളണമേ. വിശ്വാസത്തിന്റെയും പ്രതീക്ഷയുടെയും സ്നേഹത്തിന്റെയും പാതയിലൂടെ ദൈവജനത്തെ അങ്ങ് നയിക്കണമേ. മാനവവംശത്തിനു വേണ്ടിയുള്ള ഈശോയുടെ സമർപ്പണത്തോട് യോജിച്ച് അങ്ങയോട് വിശ്വസ്തത പുലർത്തി ജീവിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ. അമലോത്ഭവ ഹൃദയമേ, മനുഷ്യ ഹൃദയങ്ങളിൽ രൂപം കൊള്ളുന്ന തിന്മയുടെ ശക്തികളെയും മാനവ പുരോഗതിയെ തളർത്തുന്ന തിന്മയുടെ ദൂഷ്യഫലങ്ങളെയും നേരിടാനുള്ള കഴിവ് ഞങ്ങൾക്ക് നൽകണമേ. പരിശുദ്ധ അമ്മേ, ഞങ്ങളുടെ മാർപ്പാപ്പമാർ അങ്ങേക്ക് സമർപ്പിച്ചിട്ടുള്ളതും കാലാകാലങ്ങളിൽ നവീകരിക്കുന്നതുമായ ഈ പ്രതിഷ്ഠയെ സ്വീകരിച്ച് അങ്ങേ അമലോത്ഭവ ഹൃദയത്തിന്റെ സ്വന്തമായി ഞങ്ങളെ കാത്തുകൊള്ളണമേ. ആമേൻ. മറിയത്തിന്റെ വിമല ഹൃദയമേ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. മറിയത്തിന്റെ വിമല ഹൃദയമേ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. മറിയത്തിന്റെ വിമല ഹൃദയമേ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. തുടർന്ന് ദിവ്യകാരുണ്യ ആശീർവാദം നൽകപ്പെടുന്ന സമയമാണ്. ദിവ്യകാരുണ്യ ആശീർവാദത്തിന് വേണ്ടി നമുക്ക് മുട്ടുമേൽ നിന്ന് രണ്ട് കാര്യങ്ങൾ ഉയർത്തി ഈശോയെ സ്തുതിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, ആരാധന, ആരാധന, ആരാധന. യേശുവേ, 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 യേശുവേ. നീ വരൂ, ആ സ്നേഹം നീ തരൂ. ആത്മനേ, നീ വരൂ, അഭിഷേകം നീ തരൂ. 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 പരിശുദ്ധ മാതാവിൻ്റെ പ്രത്യേകമായ അനുസ്മരണത്തിൽ പരിശുദ്ധ അമ്മയെ, അമ്മയുടെ കൂടെ അമ്മ പുത്രനെ വളർത്തി ഞങ്ങളെയും വളർത്തി. അമ്മയെ, ഹൃദയത്തിൻ്റെ എല്ലാ ശൂന്യതകളെയും വരപ്രസാദം കൊണ്ട് നികത്തി ഈശോയ്ക്ക് ഏറ്റവും പ്രിയമുള്ള ഒരു ആത്മാവായ എൻ്റെ ആത്മാവിന് രൂപാന്തരപ്പെടുന്ന അമ്മയ്ക്ക് വരമേൽപ്പിക്കുന്നു. അമ്മ പ്രാർത്ഥിക്കണമേ. ആദിമാതാവിൻ പാപപ്പിഴയ ആത്മാവിൻ മുറിവേറ്റ മക്കൾ നസ്രത്തിലെ സമ്മതമൊഴിയ നഷ്ടസ്വർഗം വീണ്ടെടുത്തു. നസ്രത്തിലെ സമ്മതമൊഴിയ നഷ്ടസ്വർഗം വീണ്ടെടുത്തു. കൃപയാ നിത്യജീവൻ സ്വന്തമാക്കി. ആവേ മരിയ, ആവേ മരിയ, ആവേ മരിയ, ആവേ മരിയ, ആവേ